യൂറോപ്പ് അൺസ്കിൽഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരെ വളരെയധികം ചൂഷണം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്നതാണ് ATS യൂറോപ്പാസ് CV പ്രിപ്പയർ ചെയ്തു തരുമോ എന്ന്. ഈ എൻക്വയറി ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഇതൊരു ഏജന്റിന് അയച്ചു കൊടുക്കും, ആ ഏജന്റ് ചെക്ക് ചെയ്തിട്ട് ഇതൊരു ATS ഫ്രണ്ട്ലി യൂറോപ്പാസ് ആണെങ്കിൽ മാത്രമാണ് അവർക്ക് ജോലി കിട്ടത്തുള്ളൂ. ഞാനാകെ ഞെട്ടിപ്പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമേഴ്സിന്റെ എല്ലാം ഓൾറെഡി യൂറോപ്പാസ് CV തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താവാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിനെ കൊണ്ടോ ഒക്കെ സമീപിച്ചിട്ട് അവർ ചെയ്തിരിക്കുന്ന യൂറോപ്പാസ് CVക്കൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം യൂറോപ്പാസ് CV ക്രിയേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്നതും. യൂറോപ്പാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുക. എന്നിട്ട് അതിൽ ക്രിയേറ്റ് യുവർ യൂറോപ്പാസ് CV എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് 3 ഓപ്ഷൻ ആയിട്ട് കാണിക്കും. അതിലൊന്ന് സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ, സ്റ്റാർട്ട് ഫ്രം യൂറോപ്പാസ്, ക്രിയേറ്റ് ന്യൂ CV. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരെണ്ണം ചെക്ക് ചെയ്യാണ്. സ്റ്റാർട്ട് ഫ്രം യൂറോപ്പാസ് CV എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആ ഒരു ഫയല് ഡ്രാഗ് ചെയ്യുമ്പോഴേക്കും കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ഫിൽറ്റർ ആവുന്നത് കണ്ടോ. ഇതാണ് ഒരു യൂറോപ്പാസ് CV ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. ഇത്രയും പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു യൂറോപ്പാസ് CV നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏജന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്ലൈ ആണ് CV കൊള്ളൂല, അതേപോലെ നല്ല പ്രൊഫഷണലെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കണം, ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു നമ്പർ തരും. ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കുക. ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ 4500 പറഞ്ഞൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതൊരു ലേഡിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇതെന്താ അങ്ങനെ എന്നുള്ളത് ചോദിച്ചപ്പോൾ അതൊന്നും പറയുന്നില്ല. അവൾ ദേഷ്യം പിടിക്കുക ചെയ്യുന്നത്, ഒരുമാതിരി വർത്താനം പറയുന്നത്. പത്രം ഇതാണ് ഈ ലേഡിനോട് 4000 ചോദിച്ചു. ഞാൻ രാവിലെ ഇതുപോലെ ഉടയപ്പൂർവ്വമാണ് ഇത് സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു. ഞാനൊക്കെ പറഞ്ഞത് ഇത് സംഭവം ഫേക്കാണോ എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു നോക്കാന്ന് മാത്രം. ഇപ്പൊ ഈ കേട്ടതെല്ലാം കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന ഫീഡ്ബാക്കുകളാണ്. ഞാൻ ഈ കമ്പനീനെ പറ്റി, ഈ വേക്കൻസിനെ പറ്റി ഫുള്ള് നെറ്റിൽ സെർച്ച് ചെയ്തു. ഇങ്ങനെ ഒരു വേക്കൻസി ഒരു കമ്പനി ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയിട്ടും യാതൊരു അഡ്രസ്സോ കാര്യങ്ങളോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന ജോബ് വേക്കൻസി കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് യൂറോപ്പാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ നമുക്ക് തന്നിരിക്കുന്നത്. ഈ യൂറോപ്പാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 4000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 10 ആൾ ഒരു ദിവസം അവർക്ക് റെസ്യൂം പ്രിപ്പയർ ചെയ്യാൻ കൊടുത്താലും 40,000 രൂപയായി. ഇനി ആർക്കെങ്കിലും 4000 രൂപ കൊടുത്തിട്ട് റെസ്യൂം പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇത് ജെനുവിൻ ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക.